അപ്പോൾ മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വാക്കുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പിന്നെ ശത്രുത ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ കാണുന്നത് ആന നിങ്ങളെ കെട്ടിടം ഇടിച്ച് കളയുന്നതായിട്ടല്ലേ കാണുന്നത്, ആ കെട്ടിടം ഇടിച്ച് കളയുന്നതായിട്ട് കാണുന്നത് കൊണ്ട്. നമസ്കാരം. കർക്കടക മാസമാണ്. ഒരുപാട് പേർ വിളിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ബലികർമ്മങ്ങൾ ചെയ്യണമോ എന്നറിയാൻ. താല്പര്യമില്ല. ബലികർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല. പിതൃക്കൾക്ക് ബലികർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല. അവരുടെ സ്വത്ത് അനുഭവിക്കാം. നമ്മുടെ പൂർവികർ നമുക്കുണ്ടാക്കി തന്ന സ്വത്തുക്കൾ, നമ്മുടെ അച്ഛനമ്മമാർക്ക് കൊടുത്തത്, അച്ഛനമ്മമാരിൽ നിന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വന്നത്, ഇത് നമ്മളിലേക്ക് വന്നത് ഇല്ലേ? നമ്മളിലേക്ക് വന്ന് നമ്മൾ അനുഭവിക്കുക. നമ്മൾ വീടൊക്കെ വെച്ച് താമസിക്കുകയാണ്. പക്ഷെ ഒരു പിതൃബലികൾ, 7 14 ലോകം എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 7 ജന്മങ്ങളും വരാൻ പോകുന്ന 7 ജന്മങ്ങളും കൂടെ ചേർത്ത് ബലികർമ്മങ്ങൾ ചെയ്യുന്നത്. ഒന്ന് പോയി ഈ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പരദൂഷണം പറയുന്ന സമയത്ത്, സിനിമ കാണാൻ പോകുന്ന സമയത്ത്, മറ്റെന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അതിലൊക്കെ സമയം നമ്മൾ ചിലവാക്കി കഴിയുന്ന നേരത്ത് ഒരു കടൽ തീരത്ത് പോയി ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് ഒരു ബലികർമ്മം ചെയ്യുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എന്നെ വിദേശത്തുനിന്ന് വിളിക്കുന്ന എത്രയോ പേർ ബലികർമ്മങ്ങൾ ചെയ്യാറേ ഇല്ല. അവർ പറയുന്ന ബുദ്ധിമുട്ടുകൾ, സ്വാമി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ, ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷെ മനസമാധാനമില്ല, കുട്ടികളെ കൊണ്ടുള്ള ദുഃഖം, ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ, കുടുംബത്തിൽ പ്രശ്നങ്ങൾ, എന്താണ് ഒരുപാട് കാര്യങ്ങൾ മറ്റൊക്കെ ഉണ്ടെങ്കിലും ബലികർമ്മങ്ങളിലൂടെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾ ഭൂമിയിൽ നിന്ന് ഉടനെ പോവുമോ? 10-16 ദിവസം അവർ ഏത് ഗൃഹത്തിലാണോ വസിച്ചിരുന്നത് ആ ഗൃഹാന്തരീക്ഷത്തിൽ തന്നെ കാണും അല്ലേ? പിണ്ഡം വേർപാട് നടത്തുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. കർക്കിടക മാസത്തിൽ സ്വർഗവാതിൽ തുറക്കുന്ന നേരം, അല്ലെങ്കിൽ നരകം തുറക്കുന്ന കാലം, അതൊക്കെ ഓരോരുത്തരുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ്. സ്വർഗവും നരകവും ഒക്കെ തന്നെ ഭൂമിയിൽ തന്നെ ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൻ്റെ അവസാന കാലമാകുമ്പോൾ കർമ്മങ്ങൾ അനുസരിച്ച് ദുരിതങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ദുരിതത്തിൻ്റെ ഭീകരമായ ദുരന്തങ്ങൾ ഇതിലേ ആ ദുരന്തങ്ങൾ നമ്മുടെ കാലൻ വന്ന് കൊണ്ടുപോകും, കയറിട്ട് കൊണ്ടുപോകും എന്നൊക്കെയാണ് സങ്കല്പം. അതിൽ ഇപ്പം നമ്മൾ യൂട്യൂബൊക്കെ തുറന്ന് നോക്കിയാൽ ഇപ്പോഴത്തെ ഒരുപാട് യൂട്യൂബുകളിൽ ഞാൻ കണ്ടു ഇങ്ങനെ കാലം വന്ന് ഒരാളെ കൊണ്ടുപോകണ, കയറുമായിട്ട് വന്ന് നിൽക്കുന്നതും പോത്തുമായിട്ട് വന്ന് നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഗരുഡപുരാണം വായിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അറിയാൻ പറ്റും. ചില സ്വാമിമാർ അല്ലെങ്കിൽ ചില ജ്യോതിഷ പണ്ഡിതന്മാർ, മഹാജ്ഞാനികൾ ചിലരോട് പറഞ്ഞിട്ടുണ്ട്, മന്ത്രദീക്ഷ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല. ചിലർ പറയും വീട്ടിൽ ഒരു വിളക്ക് പോലും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ അനുഭവിക്കുന്ന, എന്നെ വിളിച്ച് ചോദിക്കുന്നവരുടെ ചില കാര്യങ്ങളാണ് പറയുന്നത്. ദാമ്പത്യ കലഹമുണ്ടാക്കി കൊടുക്കുന്ന ഇത്തരം സ്വാമിമാരെ എന്താണ് പറയേണ്ടത്? ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയോ പുരുഷനോ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊരു സ്വാമിയെ സമീപിച്ചാൽ, അല്ലെങ്കിൽ ഒരു ജ്യോതിഷ പണ്ഡിതനെ വിശ്വസിച്ചാൽ, അയാൾ പറയുന്ന 10 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ ഉത്തമമാണെന്ന് തോന്നിയാൽ, തൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് തോന്നിയാൽ അയാൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസിയായിട്ട് മാറും. ആ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? വീട്ടിൽ ഒരു വിളക്ക് വെച്ചാൽ ദോഷമെന്ന് പറയുന്നതും, ബലികർമ്മങ്ങൾ ചെയ്താൽ ദോഷമെന്ന് പറയുന്നതും, ക്ഷേത്രങ്ങളിൽ അതുവരെ പൊക്കോണ്ടിരുന്ന ഒരാൾ പിന്നെ പോകാതിരിക്കുന്നതിന് കാരണം ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മന്ത്രദീക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ, ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ യാതൊന്നും ചിന്തിക്കേണ്ട. ഭർത്താവിൻ്റെ ഒരു നേരത്തെ ആഹാരം പോലും എടുത്തു കൊടുക്കണ്ട, ഇല്ലെങ്കിൽ ഭാര്യയ്ക്കോ കുട്ടികൾക്കോ ഒന്നും കൊടുക്കേണ്ട എന്ന് പറയുന്ന പിതാവും ഭർത്താവും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരും ഒരു ഏതെങ്കിലും പിന്നെ സ്വാമിമാരിൽ നിന്നോ ഇല്ലെങ്കിൽ ജ്യോതിഷ പണ്ഡിതൻ ഉപാസകരിൽ നിന്നോ മന്ത്രദീക്ഷയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞാൽ, ഒരു ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ, അതെങ്ങനെ ദീക്ഷ യഥാർത്ഥത്തിലൊന്നും കൊടുക്കത്തില്ല, ഫോണിൽ കൂടെ ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നേരിട്ട് പോയി കിടന്ന് ഭർത്താവിൻ്റെ കുറ്റവും കുടുംബക്കാരുടെ കുറ്റവും, ഭർത്താവാണെങ്കിൽ പോയിരുന്ന് ഭാര്യയുടെ കുറ്റവും കുടുംബക്കാരുടെ കുറ്റവും ഒക്കെ പറഞ്ഞ് ജീവിതത്തിൻ്റെ നല്ല സമയം മുഴുവൻ ആ സ്വാമിക്ക് ചിലവാക്കുകയും ആ സ്വാമിക്ക് വല്ല ട്രസ്റ്റിൻ്റെ പേരും പറഞ്ഞ് വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവൻ അവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചുള്ള അറിവുകളിൽ നിന്നാണ് ഞാൻ ഈ എപ്പിസോഡ് പറയുന്നത്.
ജീവിതത്തിൻ്റെ സുരക്ഷിതത്വവും ജീവിതത്തിൻ്റെ സമാധാനവും ശാന്തിയും നശിപ്പിക്കുന്ന ഇത്തരം സ്വാമിമാർക്ക് കിട്ടുന്ന ശിക്ഷയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അതിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയുണ്ട്. അവർക്ക് സാമ്പത്തിക ലാഭം ചിലപ്പോൾ ഉണ്ടാകും. എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ സഹോദരി ആഭിചാരം ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഭാര്യയുടെ അനിയത്തി ആഭിചാരം ചെയ്തിട്ടുണ്ട്. ആഭിചാര ദോഷം കൊണ്ട് കുടുംബം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാസം ഇത്ര വെച്ച് എനിക്ക് തന്നോളൂ, നിങ്ങളുടെ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ മറ്റാരെങ്കിലും ആത്മീയമായിട്ടുള്ള ബന്ധമുള്ളവരെ കണ്ട് അവരെന്തെങ്കിലും ഉപദേശം കൊടുത്താൽ അയ്യോ അയാളെ വിശ്വസിക്കരുത്, ഇല്ലെങ്കിൽ അയാൾ ഇങ്ങനെയാണ്, നിങ്ങളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അടിമുടി ദൈവത്തിൻ്റെ സന്തതിയായിട്ട് ദൈവത്തിൻ്റെ കൃപയോടുകൂടി നിൽക്കുന്നവരാണ്. നിങ്ങൾ ഒരു കാര്യവും ചെയ്യേണ്ട, നിങ്ങളിങ്ങനെ അങ്ങ് പൊക്കോളൂ. നിങ്ങൾ ഒരു ബലികർമ്മവും ചെയ്യേണ്ട, നിങ്ങൾ ആരെയും സ്മരിക്കുകയും വേണ്ട. നിങ്ങൾ ഭർത്താവിനെയും നോക്കണ്ട, ഭർത്താവ് ഭാര്യയെയും നോക്കണ്ട, മക്കളെയും നോക്കണ്ട. ചിലരുണ്ട് സ്വന്തം മക്കളെ നോക്കൂല, ഭർത്താവിനെയും നോക്കൂല, ഏതെങ്കിലും അവരുടെ നിലനിൽപ്പിന് വേണ്ടി കൊച്ചുമക്കളെ പിടിക്കും. ഈ ബലികർമ്മങ്ങൾ ചെയ്യാതെയും ഒരു വിളക്ക് പോലും കത്തിക്കാതിരിക്കുക, ഇതെല്ലാം വഴിപാടായിട്ടാണ് ചെയ്തിട്ട് കൊച്ചുമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ് അവരുടെ ജീവിതവും കൂടെ ദുരിതത്തിലാക്കും. എന്തിനാണ് അവിടെ പോയിട്ട്? ഇത് വെറുതെ, ഇതൊക്കെ വഴിപാടുകൾ. ജനങ്ങളെ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ താനൊരു ഭക്തയാണെന്നും തനിക്ക് ദൈവദർശനം ദിവ്യദർശനം കിട്ടുന്നുണ്ടെങ്കിലും നിത്യവും ദിവ്യദർശനം കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു കർമ്മങ്ങളും ചെയ്യാതെ കുറേ സ്ത്രീകളും ചില പുരുഷന്മാരും. എനിക്ക് അവരോടൊന്നും പറയാനില്ല. അവർ വരുന്നതെല്ലാം അനുഭവിച്ചോട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ മക്കളെയും നോക്കൂല, പിന്നെ ഭർത്താവിനെയും നോക്കൂല, അവരുടെ കുറേ ബന്ധുക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരുടെ വേറൊരു ലോകത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് മനോരോഗമാണ്. ഒരു പരിധിവരെ മാനസികമായ തകരാറ് സംഭവിച്ചിരിക്കുന്ന ഒരു തരം സ്ത്രീകൾ, ഇല്ലെങ്കിൽ ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കാതെ ഒരു തരം പുരുഷന്മാർ, ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. അങ്ങനെ ഒരു പുരുഷൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു. അദ്ദേഹം എന്താണ് കാണുന്നത്? ആന മതം പൊട്ടി വരികയാണ് ഉറക്കത്തിൽ. ആന മതം പൊട്ടി വന്ന് ഇദ്ദേഹത്തിനെ തുമ്പിക്കൈ കൊണ്ട് വാരിയെടുത്ത് നിലത്തടിക്കുന്നതാണ് അദ്ദേഹം കാണുന്നത്. എന്താണ് സ്വാമി അതിന് കാരണം? അപ്പം ഞാൻ ചോദിച്ചു, കർക്കിടക മാസമാണ്, ബലികർമ്മങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടോ? അല്ല, അത് എനിക്ക് മന്ത്രദീക്ഷ, ഞാൻ ദീക്ഷ എടുത്തുപോയി, അതുകൊണ്ട് ഇന്ന ഗുരു, ഞാൻ അത് കേട്ട് ഞെട്ടിപ്പോയി. ആ ഗുരു, ഇപ്പം ഞാൻ മഹാജ്ഞാനിയൊന്നുമല്ല, ഗുരുവാവാൻ യോഗ്യത ഉള്ള ആളുമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ ഗുരു പല കാര്യങ്ങൾക്കും എന്നെയാണ് വിളിക്കുന്നത്, എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയും എനിക്കതിനെക്കുറിച്ച് വലിയ ജ്ഞാനമില്ല, ഇതിനേക്കാൾ ജ്ഞാനമുള്ള ആരെങ്കിലും കുറച്ചുകൂടെ അറിവുള്ള ആരെടുത്തെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലൊരു വിഷയം വന്നാൽ അദ്ദേഹം പറയും ഞാൻ നോക്കട്ടെ, ഞാൻ നാളെ പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോലെയോ നമ്മളെക്കാൾ മികച്ചവരെയോ അതിനേക്കാൾ മികച്ചവരെയോ ഒക്കെ ചോദിച്ചിട്ട് അതിൻ്റെ ഒരു ഇന്നൊക്കെയാണ് നിങ്ങൾ കാണുന്നത്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്ന് പറഞ്ഞ് ആ ഫലം മറ്റുള്ളവരിൽ നിന്ന് പകർന്നെടുത്ത് പറഞ്ഞ് സ്വന്തമായിട്ട് വീട് വെച്ചു, കാറുണ്ട്, വിദേശത്ത് പോകും, പണമുണ്ടാക്കും, യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരെക്കുറിച്ച് ഇതിനകത്തുള്ള നമ്മുടെ 98% ആൾക്കാരും ആത്മീയതയെ സത്യസന്ധമായി കൈകാര്യം ചെയ്യുന്ന, ജ്യോതിഷത്തെയാണെങ്കിലും ആത്മീയതയും സത്യസന്ധമായി കൈകാര്യം ചെയ്യുന്നവരുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള 2% ആൾക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളും പണമുണ്ടാക്കാൻ കാണിക്കുന്നതും ഈ ഹൈന്ദവ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹൈന്ദവതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഭക്തിയായിട്ട് ബന്ധപ്പെട്ടുന്നവർക്കുണ്ടാക്കുന്ന നാശം, ഇതൊക്കെ ദുരിതപ്പെട്ട് മക്കൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത തന്നെ കൊച്ചുമക്കൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത അവസാനകാലം മലമൂത്ര വിസർജനങ്ങളിൽ കിടന്ന് മൃത്യു സംഭവിക്കുന്നവരെ ഇതിനുള്ള പാപഫലങ്ങളെല്ലാം അനുഭവിച്ചേ പോകാൻ പറ്റുള്ളൂ, അല്ലേ? കാൽമുട്ടുകൾക്ക് ക്ഷതമുണ്ടാകുക, എന്താണ്? ഇതുപോലെ മുട്ടുകൾ മാറ്റിവെക്കേണ്ടി വരണമെന്ന്. മുട്ടുകൾക്ക് ക്ഷതമുണ്ടാകുന്നത് എങ്ങനെ? പൂർവ്വജന്മമായിട്ട് ദൈവത്തിനെ ചീത്ത വിളിച്ചവർക്കാണ് മുട്ടിന് ക്ഷതമുണ്ടാകുക. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതി വരും പൂർവ്വജന്മത്തിൽ. അപ്പോൾ ചോദിക്കും ഈ ജന്മത്തിലെന്ത്? ഈ ജന്മത്തിലും അത് തന്നെയാണ് സംഭവിക്കാൻ വരിക. ദൈവം ഒന്നും കൊണ്ടു തരൂല. കർമ്മമാണ് പ്രധാനം. നീ ചെയ്യുന്ന കർമ്മം എന്താണോ, നീ നിൻ്റെ കർമ്മങ്ങളിൽ വ്യാപൃതനായി സത്യസന്ധമായ കർമ്മത്തിലൂടെ ചെയ്താൽ മാത്രമേ നിനക്ക് സത്യസന്ധമായ കർമ്മങ്ങൾ നിനക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുന്നവരെ മനസമാധാനവും ശാന്തിയും വേണമെങ്കിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുക. നല്ല സന്താനങ്ങൾ ഉണ്ടാവും, ആ സന്താനങ്ങൾക്ക് നല്ല മക്കളും ഒക്കെ ഉണ്ടാവും, അല്ലേ?
എല്ലാം ഉണ്ടാവും. പക്ഷേ നന്മയുള്ള മനസ്സില്ലാത്ത കുറേ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ഞാൻ പറയുന്നതിനകത്ത് കാരണം ഉണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ മനുഷ്യൻ കണ്ടെന്താണ്? ആന മതം പൊട്ടി വരുന്നതായിട്ട് ദിവസവും കാണുക. അതെന്താ സ്വാമി? ഇതാണ് കാരണം. നിങ്ങളൊരു വിളക്ക് ജപിക്കൂ. ഇല്ല, ഞാൻ മന്ത്രദീക്ഷ എടുത്തുപോയി. അല്ല, ദീക്ഷ എടുത്തുകൊണ്ട് അതുകൊണ്ട് വിളക്ക് കത്തിക്കാൻ വിളക്ക് ഇരിക്കുന്ന സ്ഥലത്തൂടെ പോകാൻ പാടില്ല. ഇതാര് പറഞ്ഞു? അല്ല, ആരാണ് വിളക്ക് കത്തിക്കുന്നത്? എൻ്റെ ഭാര്യയാണ് കത്തിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താ അങ്ങോട്ട് പോയാൽ? അല്ല, വിളക്ക് അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. വിളക്ക് കത്തിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ളിടത്തൂടെ പോയാൽ ഇദ്ദേഹത്തിനത് തകരാറ് സംഭവിക്കും. മതം പൊട്ടിയ ആന ഇയാളെ കുത്താൻ വരുവാണ്. കുടുംബകലഹം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ദീക്ഷ എടുത്തതുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ അമാവാസിയിൽ പരിഹാരം ചെയ്തില്ലെങ്കിൽ, പിതൃക്കൾക്ക് പരിഹാരം ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരിതപൂർണമായ സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല, ഇപ്പം ആന എന്നുള്ളത് ഉറുമ്പായിട്ടും കാണും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതായിട്ടും കാണും. ചെയ്താൽ കുടുംബം നശിച്ചു പോകും എന്നാണ്. ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുമുട്ടും. അപ്പോൾ ഇവരെന്താണ്? ഇവർ മകളുമായിട്ടൊന്നും ബന്ധമില്ലെങ്കിൽ കൊച്ചുമക്കളെ പിടിക്കും. ആരെങ്കിലും ഉള്ള നുണയും പരദൂഷണമൊക്കെ പറഞ്ഞു കൊടുത്ത്, അച്ഛൻ്റെ അമ്മയുടെയും കുറ്റമൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നശിപ്പിച്ച് കളയും. ഇനി മകളാണെങ്കിൽ, മകളും ഒരു പുരുഷനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കാമുകനായ അദ്ദേഹം മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അച്ഛനും അമ്മയും എതിരായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ആ മരുമകൾ അച്ഛനമ്മമാരെ തെറ്റിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്താണ്? അച്ഛനും അമ്മയേക്കാൾ വലുതാണ് താന് പ്രണയിക്കുന്നു, അവൾ തന്നെ ജീവനെ പോലെ സ്നേഹിക്കും. ഇന്നലെ വരെ ജീവിച്ച അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ തന്നെ സ്നേഹിക്കുമെന്ന് വിചാരിക്കുന്ന, തന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുമെന്ന് വിചാരിക്കുന്ന, ഇന്നലെ വരെ തന്നെ പ്രാണനോട് ചേർത്ത് പിടിച്ച അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ ഈ ഇന്നലെ കണ്ട പെണ്ണിൻ്റെ അല്ലേ മതാലസമായ ശരീരം കണ്ട് ഭ്രമിച്ച് ജീവിക്കുന്ന മക്കൾ അല്ലേ, അവർ എന്തു പറ്റും? അതാണ് ശരിയെന്ന് വിചാരിച്ച് അച്ഛനമ്മമാരെ മാറ്റി നിർത്തും. എന്തൊരു ദുഃഖമായിരിക്കും അല്ലേ? ഞാനിതൊക്കെ പറയുന്നത് എനിക്ക് ചുറ്റും നടക്കുന്ന, എനിക്ക് അന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് ബന്ധങ്ങളുള്ള ആൾക്കാരുണ്ട്. എനിക്ക് വിഷമമുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പരിഹാരമുണ്ടോ സ്വാമി എന്ന് ചോദിച്ചാൽ പരിഹാരമില്ല എന്ന് തന്നെയാണ് ഉത്തരം. അതുകൊണ്ട് പിതൃക്കളെ ഓർക്കുക, സ്മരണയുണ്ടാകുക എന്നാണ് അല്ലേ. പിതൃക്കൾ ബലി ചെയ്യുന്നതാണ് നമ്മളെ പൂർവികരെ സ്മരിക്കുക. എന്ത് കാര്യത്തിനും സ്മരണയുണ്ടാകുക. ഇവൻ നമ്മളെ ഇന്നലെ സഹായിച്ചതാണ്, ഒരിക്കൽ ഇവൻ നമ്മളെ ചേർത്ത് പിടിച്ചതാണ്, അവൻ്റെ സ്വത്തുക്കളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പിതൃക്കളെ സ്മരിച്ചേ പറ്റൂ. സ്മരണ ഉണ്ടാകുക. നമ്മുടെ ഊർജം പോലും എന്താണ്? അവർ തന്നതാണ്. നമ്മുടെ ഊർജം, നമുക്ക് ഈ സംസാരിക്കാനുള്ള ഊർജം പോലും അവനിൽ പിതൃക്കളിൽ നമ്മളിലേക്ക് വന്നു ചേർന്നതാണ്. ഇനി വരാൻ പോകുന്ന 7 ജന്മം, കഴിഞ്ഞ 7 ജന്മം, ഇതിനൊക്കെയുള്ള സ്മരണകൾ ഉയർത്തിക്കൊണ്ടിട്ടുള്ള ബലികർമ്മങ്ങൾ ചെയ്ത് കടലിൽ ചെയ്യുന്നതിൻ്റെ നല്ല പരശുരാമ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഹൈന്ദവതയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. കാരണം കർക്കിടക വാവിൻ്റെ ഒരു ബലവും ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മുടെ ഒരുപാട് ദുരിതങ്ങളിൽ നിന്ന്, ഒരുപാട് മാനസിക സംഘർഷങ്ങളിൽ നിന്ന്, മനോദുഃഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനമുണ്ടാകും. തന്ത്രശാസ്ത്രങ്ങളിൽ ബലികർമ്മങ്ങൾ ചെയ്യുന്നതിനൊരു ദേവതയുണ്ട്. അത് നമുക്ക് കർക്കിടക മാസത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു കർമ്മമുണ്ട്. അത് ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ തന്നെ എത്രയോ ജന്മത്തിലെ മോക്ഷപ്രാപ്തി, പിതൃക്കൾക്ക് മോക്ഷമുണ്ടാകും എന്നുള്ളതാണ്. അതൊക്കെ രഹസ്യ സ്വഭാവമുള്ള താന്ത്രിക കർമ്മങ്ങളായതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. ഒരാളൊരു സ്വപ്നം കാണുകയാണ്. എന്താണ്? ഒരു ആന വന്നിട്ട് അയാളെ വീട് മുഴുവൻ ചവിട്ടി മെതിക്കുകയാണ്. അയാളെ വീട് മുഴുവൻ ചവിട്ടി മെതിച്ച് കളയാൻ ഒരു കൊമ്പനാന വന്നു. അപ്പോൾ ഇയാൾ നിലവിളിച്ചുകൊണ്ട് ഓടി. അപ്പോൾ ഇത് എല്ലാ ദിവസങ്ങളിലും കാണില്ല, എല്ലാ ശനിയാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും നിരന്തരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്നെ വിളിച്ചു. സ്വാമി, ഞാനിങ്ങനെ എൻ്റെ വീട് ആന ഇടിച്ച് നിർത്താൻ ചവിട്ടി പൊളിക്കുന്നതായിട്ടും ഞാൻ നിലവിളിച്ചുകൊണ്ട് ഓടുന്നതായിട്ടും സ്വപ്നം കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വല്ല ആനകളുമായിട്ട് ബന്ധമുണ്ടോ? അല്ല, ആനകളെ എനിക്കിഷ്ടമാണ്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, എൻ്റെതൊരു ചെറിയ വീടാണ് സ്വാമി.
എനിക്ക് പിന്നെ മക്കൾ 2 പെൺകുട്ടികളാണ്, ഞാൻ ഭാര്യയുമായിട്ട് താമസിക്കുകയാണ്, ഞാൻ എന്നും നിങ്ങൾ എവിടെ പോകും? ഞാൻ എന്നും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ പോകും, എനിക്ക് എന്നൊന്നും തേങ്ങ വാങ്ങിച്ചടിക്കാനുള്ള നിവൃത്തിയില്ല. ഞാനവിടെ മുറിപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ വരും, എനിക്ക് 1000 രൂപ അവിടെ അമ്പലത്തിൽ തന്ന് എനിക്ക് സ്വാമിയെ കാണാൻ പറ്റാത്തതുകൊണ്ട് സ്വാമി പോകുന്നതും ഇറങ്ങി പോകുന്നതും ഒക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾ പൈസ ഒന്നും തരണ്ട, എന്നെ വന്ന് കണ്ടോളൂ, ശരി എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി ഞാൻ 1000 രൂപ ശരിയാക്കി, ഞാനിവിടെ ബുക്ക് ചെയ്തു. ഞാൻ എന്താണ്? അല്ല, ഞാൻ ഇന്നലെയും ആന എൻ്റെ വീട് ഇടിച്ച് കളയുന്നതായിട്ട് സ്വപ്നം കണ്ടു. ഞാൻ പറഞ്ഞു നിങ്ങൾ വരണ്ട, നിങ്ങൾ അവിടെ ഒരു വലിയ വീട് വയ്ക്കും. ആ സ്വപ്നത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് നിങ്ങൾ നല്ല മനുഷ്യനാണ്, നിങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്, നിങ്ങളെ ഭാര്യയുമായിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് കഴിയുകയാണ്. നിങ്ങൾ ഈ കാണുന്നത് ആന നിങ്ങളെ കെട്ടിടം ഇടിച്ച് കളയുന്നതായിട്ടല്ലേ കാണുന്നത്? ആ കെട്ടിടം ഇടിച്ച് കളയുന്നതായിട്ട് കാണുന്നത് കൊണ്ട് കെട്ടിടം പണിയുന്ന ഒരു വലിയ കെട്ടിടം പണിയും. നിങ്ങൾ ആ കെട്ടിടത്തിനേക്കാൾ വലിയൊരു കെട്ടിടം പണിയാൻ, അയ്യോ സ്വാമി ഞാൻ എങ്ങനെ, എൻ്റെ കയ്യിൽ അതിനുള്ള പണമൊന്നുമില്ല, ഞാനൊരു ചെറിയ ആവശ്യം അവിടെ ഞാൻ കണക്ക് പിള്ളയായിട്ട് പോവുകയാണ്, അക്കൗണ്ടൻ്റായിട്ട് പോവുകയാണ്, അതെനിക്കറിഞ്ഞൂടാ. നിങ്ങൾ കണ്ട സ്വപ്നത്തിൻ്റെ ഫലം അതാണ്. നിങ്ങൾ അധികം ദിവസം കഴിയുന്നതിന് മുമ്പ് ഫലം ഉണ്ടാവും, നിങ്ങൾക്കതിൻ്റെ ഫലം ഉണ്ടാകും. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, പിതൃബലികൾ ഭാര്യയും കൂടെ കൊണ്ടുപോയി ശംഖുമുഖത്താണെങ്കിൽ ശംഖുമുഖത്ത് പോയിട്ട് പിതൃകർമ്മങ്ങൾ ചെയ്യുക. നിങ്ങൾ എന്നെ കാണാൻ വരണ്ട, ഞങ്ങളെ പൈസ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾ തിരിച്ചു വാങ്ങിച്ചുകൊള്ളുക. കാരണം നിങ്ങളുടെ ഫലം ഇതാണ്, നിങ്ങളെന്നെ കാണേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് അതിമനോഹരമായ വീടുണ്ടാകട്ടെ, സമാധാനവും ശാന്തിയും സംതൃപ്തമായിട്ടുള്ള ഒരു കുടുംബം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നുണ്ട്. ഇപ്പം നമ്മൾ ആന കുത്തുന്നത് കണ്ടില്ല, ആദ്യം കണ്ടത് എന്താണ്? മതം പൊട്ടി ഓടി വരുന്ന ആനയെ കാണുമ്പോൾ മനസ്സിന് നന്മയില്ലാത്ത, ഇതേപോലെ എന്താണ് മന്ത്രദീക്ഷ എടുത്തിട്ട് ദീക്ഷ എടുത്തുകൊണ്ട് വിളക്ക് കത്തിക്കാത്ത ഒരു മനുഷ്യൻ ദീക്ഷ എടുത്തുപോയി, ഉള്ള പുസ്തകങ്ങൾ മുഴുവൻ, ആത്മീയ പുസ്തകങ്ങൾ മുഴുവൻ വായിക്കും, വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊന്നും നോക്കാതെ ഉള്ള അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങും, വല്ല സ്വാമിമാരുടെ അടുത്തൊക്കെ പോയി വൈകുന്നേരം വരെ അവർക്ക് കാലി തറയി കൊടുക്കും. ഇതൊക്കെ ചെയ്യുന്നവർക്ക് എന്താണ് വരാൻ പോകുന്നത്? കലഹം, കുടുംബത്തിൽ കലഹമുണ്ടാകുകയും വലിയ വലിയ അബദ്ധങ്ങൾ ചെന്ന് പെടുകയും വംശനാശം, വംശത്തിന് നാശമുണ്ടാകാവുന്ന വിധത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇനി ഇതെല്ലാം പോയിട്ട് വല്ല ഉത്സവം നടക്കുമ്പം ആന പിന്നെ നെറ്റിപ്പട്ടവും കെട്ടി വരുന്നതിനിടയിൽ പോയി നിന്നാൽ ആനയിൽ നിന്ന് മർദ്ദനവും കൂടെ ഏൽക്കും. കാരണം നന്മയില്ലാത്ത മനസ്സുകൾക്ക് ദൈവഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. നന്മയുള്ള മനസ്സിനാണ് മാത്രമേ ദൈവസാന്നിധ്യം ഉണ്ടാകുകയുള്ളൂ. നന്മയില്ലാത്ത മനസ്സുകൾക്ക് ദൈവഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ദൈവം എന്ന് പറഞ്ഞത് ആ 2 കാര്യമാണ്. ഒന്ന് താഴെ നിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യും. നമ്മൾ എത്ര ആ നിലത്തുകൂടെ മാത്രമേ നീരൊഴുക്കുണ്ടാകുകയുള്ളൂ. ഈശ്വര സാന്നിധ്യം അവിടെ ഉണ്ടാവും. സത്കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് മാത്രമേ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാവൂ. കുറേ പണം ഉണ്ടാകുമെന്ന് വിചാരിച്ചു അമ്പലത്തിൽ പോയി കുറേ ഭസ്മമൊക്കെ ഇട്ടിട്ടെന്ന് വിചാരിച്ചിട്ടൊന്നും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ എന്നും പറയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ എന്തായാലും കർക്കിടക മാസത്തിൽ പിതൃക്കൾക്ക് ബലിയിടുക. അന്ന് നരകത്തിൽ പൂട്ടിയിട്ടിരിക്കുന്ന, ഇവിടെ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്ത് നരകത്തിൽ പൂട്ടിയിട്ടിരിക്കുന്ന പിതൃക്കളെ മുഴുവൻ തുറന്നു വിടുന്ന ദിവസമാണ്. അവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കണം. ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവരെല്ലാം വീണ്ടും നരകയാതന, അതിനേക്കാൾ പീഡനം, അവരുടെ ദണ്ഡമുറകൾ, യമകിങ്കരന്മാരുടെ ദണ്ഡമുറകളേറ്റ്, അത് ഗരുഡപുരാണത്തിൽ വളരെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിതൃബലിയിട്ടില്ലേ ഈ പിതൃക്കൾക്ക് ജീവിക്കുന്ന ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ ആ മരിച്ചുപോയവരെ സ്മരിച്ചുകൊണ്ട് പിതൃബലികളിട്ട് അത് കാക്കയ്ക്ക് കൊടുക്കുക മാത്രമല്ല കടലിലൊക്കെ ഒഴുക്കി, അതിൻ്റെ പുണ്യതീർത്ഥങ്ങളിലൊക്കെ ഒഴുക്കി അത്തരം കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്താണ് ആ പ്രേതാത്മാക്കൾ, ആത്മാക്കൾ എന്ത് പറ്റും? ആ കിങ്കരന്മാർ മുള്ളുകൊണ്ടുള്ള ദണ്ട് കൊണ്ട് മുറിവേൽപ്പിച്ച് അടിച്ച് വലിച്ചിഴച്ച് അവരെ വീണ്ടും വേദനിപ്പിച്ച്, ഈ ആത്മാവിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്, അതിൻ്റെ ദുരിതം. അപ്പോൾ ആ ആത്മാക്കൾ എന്ത് ചെയ്യും? എൻ്റെ പിതൃക്കളെ, എനിക്ക് ശേഷം എൻ്റെ ഭൂമിയിൽ നിന്ന് വരുന്നവരെ മുഴുവൻ അവർ ശപിച്ചു കളയും. ആ ശാപത്തിൽ ഇവിടെ ഈ ഭൂമിയിൽ ഇതൊക്കെ മറന്ന് സ്മരണയില്ലാതെ ജീവിക്കുന്നവരുടെ കുലം മുഴുവൻ, ആ കുലത്തെ മുഴുവൻ നശിപ്പിച്ചു കളയും. അതാണ് പിതൃസ്മരണകൾ. പിതൃക്കളുടെ സ്മരണകളില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനേക്കാൾ വളരെ കൂടുതലാണ്. ആ വേദനയുണ്ടല്ലോ, ആ ദണ്ഡം അല്ലേ, മുറിവേറ്റ മുള്ളുകൾ കൊണ്ടുള്ള ആ കർക്കശമായ ആ കഠിനമായിട്ടുള്ള ആ ദണ്ഡമുറ, അതുകൊണ്ട് ആത്മാവിന് ഏൽക്കുന്ന വേദന കൊണ്ട് കിട്ടുന്ന ശാപം കൊണ്ട്
ഈ വംശത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ വംശത്തിലുണ്ടാകുന്ന വേദന, അത് പ്രത്യേകിച്ച് മാതാപിതാക്കളെ ഗർഭം ധരിപ്പിച്ച് വംശമുണ്ടാക്കുന്ന സ്ത്രീകളുടെ വംശത്തിലുള്ളവർ ബലിയിടാതിരുന്നാൽ, ബലികർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ അവർക്കും അവരുടെ ആ കുലത്തിന് മുഴുവൻ നാശമുണ്ടാകുന്ന തരത്തിലുള്ള വലിയ ദോഷങ്ങൾ ഞാനിവിടെ മുമ്പിൽ കാണുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ മുമ്പിൽ ആധുനിക ജീവിതത്തിൽ, ആധുനികതയിൽ വളരുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം വിശ്വാസ പ്രമാണങ്ങളൊന്നുമില്ല എന്ന് ഞാൻ അറിയുന്നത് കൊണ്ടും തിരിച്ചറിയുന്നത് കൊണ്ടും ഇതൊക്കെ പരിഹാസമായിട്ട് കാണുന്നത് കൊണ്ടും ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന അതിഭീകരമായ ദുരന്തത്തിന് പരിഹാരമുണ്ടാകില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ ഞാൻ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന ആൾ മനുഷ്യരല്ലേ? കമ്പ്യൂട്ടർ ഉണ്ടാവില്ലോ. കമ്പ്യൂട്ടർ മനുഷ്യനെ സൃഷ്ടിക്കത്തില്ലല്ലോ. കമ്പ്യൂട്ടർ മനുഷ്യനും സ്ത്രീയും പുരുഷനും തമ്മിൽ അവൻ ഇണചേർന്ന് മാത്രമേ സന്താനങ്ങൾ ജനിക്കുകയുള്ളൂ. അവന് ദൈവത്തിൻ്റെ കൃപയോടെ വേണം, അല്ലേ? ആ കൃപയോടുകൂടി ജനിക്കുന്ന, ഇവിടെ ശാസ്ത്രം XY ക്രോമസോമാണെന്ന് അവൻ കണ്ടുപിടിക്കുന്നവൻ പോലും കമ്പ്യൂട്ടറിൽ നിന്നുണ്ടായതല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മനുഷ്യരായ മാതാപിതാക്കൾ സ്ത്രീ പുരുഷന്മാരിൽ നിന്നുണ്ടായതാണ്. അവനിൽ നിന്നുണ്ടായതാണ് ശാസ്ത്രം. ശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ്റെ ബുദ്ധിയുടെ വികാസങ്ങൾക്കനുസരിച്ചുണ്ടായതാണ് ശാസ്ത്രം. കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ അവൻ്റെ 1114 ഗ്രാമുള്ള ശരീരത്തിൽ 7000 കോടി നാഗങ്ങളും 72,000 നാഡീജലമുള്ള മനുഷ്യ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബീജങ്ങളിൽ നിന്ന് മനുഷ്യന് സൃഷ്ടിയുണ്ടായി. ആ സൃഷ്ടിയിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിയിൽ നിന്നാണ് കമ്പ്യൂട്ടർ ഉണ്ടാകുന്നത്. ലോകത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കാനുള്ള യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്നത് മനുഷ്യനിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് മനുഷ്യൻ ദൈവാനുഗ്രഹമുള്ളിടത്തു നിന്ന് മാത്രമേ അനുഗ്രഹങ്ങൾ ഉണ്ടാവൂ. അതിൻ്റെ ദോഷവശങ്ങളും ഇതിനൊക്കെ നമുക്ക് പറയാനും തെറ്റിദ്ധരിക്കാനും, ഇതിനെ സ്വാമിക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ്, ഇവിടെ ശാസ്ത്രം മാത്രമേ ഉള്ളൂ, ഇവിടെ ദൈവം എന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നു? ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? ദൈവം ഹിമാലയത്തിരിപ്പുണ്ടോ, അല്ലെങ്കിൽ മേഘങ്ങൾക്കപ്പുറത്തിരിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത്തരക്കാരോട് നമ്മൾ മറുപടി പറയാതെ അതിനോട് നമ്മൾ സഹതരിപ്പിക്കുകയും സഹതാപം രേഖപ്പെടുത്തി വിട്ടുകളയുക. അതിനൊന്നും മറുപടി പറയാതിരിക്കുക. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് കാലം കൊടുക്കുന്ന ശിക്ഷയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ടും, കർമ്മങ്ങൾ മോശമായ കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ അവസാനം ഈശ്വരൻ കൊടുക്കുന്ന ശിക്ഷയൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് അത് പറഞ്ഞു തിരുത്താനൊന്നും പറ്റാതെ അതങ്ങ് വിട്ടുകൊടുക്കുക ലോകത്തിന്. നമുക്കിതൊന്നും ആരെയും തിരുത്താൻ പറ്റില്ല. ഒരു ഉപദേശം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയും. എന്താണ്? ആരെയും ഉപദേശിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉപദേശം, അല്ലേ? ആരെയും ഉപദേശിക്കണ്ട. നമ്മൾ ചുമ്മാ ഇരിക്കാം. എവിടെ വന്ന് നമ്മുടെ പിതാമഹന്മാരെയൊക്കെ ചീത്ത പറഞ്ഞാലും ഇയാൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ എന്ന് പറഞ്ഞാലും നമ്മളിങ്ങനെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കാനുള്ള ക്ഷമയാണ്. ഒരു കവളത്തടിച്ചപ്പോൾ മറ്റേ കവളൂടെ കാണിച്ചു കൊടുത്ത പോലെ അത്രയും നമുക്ക് പറ്റൂല കേട്ടോ. നമ്മളെ ഒരുത്തം ഇടിച്ചാൽ നമ്മൾ കുറിച്ചിരുത്തി അവനെ ഇടിക്കാനുള്ള ക്ഷമ, അതൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. സ്വാമിയൊക്കെ ശരി തന്നെ, നമ്മൾ ശ്രമം നടത്തും. ചിലപ്പോൾ അവൻ പിന്നെ ബാക്കി 4 കൂടെ നമുക്ക് തരും. പക്ഷേ എന്നാലും നമുക്കതിനുള്ള ക്ഷമയൊന്നുമില്ല. നമുക്കിങ്ങനെ ഇരുന്ന് പറയാം. നമുക്ക് ഒരു കവള അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന പോലെ അവനെയും നമുക്ക് 4 കൊടുക്കാൻ പറ്റുന്ന മനസ്സുള്ളവരാണ് ഞാൻ. പക്ഷേ ടീച്ചർ എപ്പോഴും പറയും, സ്വാമിയുടെ ഈ കോപമൊക്കെ ഒന്ന് നിയന്ത്രിച്ച് മറ്റുള്ളവനെ തല്ലാനുള്ള മനസ്ഥിതിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് തലയൊക്കെ താഴ്ത്തി ജീവിക്കാൻ പഠിക്കാൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും. നമ്മളതൊക്കെ ഇങ്ങനെ ആയിപ്പോയി. ഇപ്പം എന്ത് ചെയ്യാനാണ്, അല്ലേ? കോപം പെട്ടെന്നുണ്ടാകുന്ന പ്രത്യങ്കര ഉപാസകനായ ഒരാൾ, അല്ലേ? ഉഗ്ര നരസിംഹം ആയിട്ടുള്ള ഉഗ്രമൂർത്തികളെ ഉപാസിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കോപം ഉണ്ടാവും, പിന്നെ പെട്ടെന്ന് ക്ഷമിക്കുകയും ചെയ്യും. പക്ഷേ സിംഹമല്ലേ വാഹനം, വിശാഖ നക്ഷത്രവും കൂടെയാണ്, വലിയ ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മളിന്ന് ഉപദേശിക്കുന്നത് നമുക്കെന്നാൽ ഇതൊന്നും ഇല്ലാതിരിക്കണം. നമുക്കതൊന്നും സാധിക്കാത്തത് കൊണ്ട് നമ്മളെന്നാണ് ഒരുത്തൻ നമ്മളെക്കാൾ ശക്തിയുള്ള ഒരുത്തൻ നമ്മളെ മേൽ ചാടി വീഴുന്നത് നമുക്കറിയില്ല. പുലി പൂച്ചയുടെ പുറത്ത് വീഴും, അല്ലേ? അപ്പോൾ പുലിയുടെ പുറത്ത് അതിനേക്കാൾ വലിയൊരു മൃഗം വീഴും, ആന വീഴും, ഇല്ലേ? അതിന് ആന വാലിക്കൂടെ കയറി പുലി അതിൻ്റെ മസ്തിഷ്കം അടിച്ച് പൊട്ടിക്കും. അപ്പോൾ ഇതെല്ലാം പരസ്പര പൂരിതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിങ്ങനെ കർക്കിടക മാസം ആയതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മൂലനക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, സ്വാമി അനിനവും വിശാഖവും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ 2, 3 നക്ഷത്രങ്ങളല്ലേ? ഇതെല്ലാം ശരിയാണ്. ഓരോ നക്ഷത്രങ്ങളും ഓരോ നക്ഷത്രങ്ങളുടെ ഫലമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കെല്ലാം തന്നെ പൂർവ്വജന്മമാർജിതമായിട്ടുള്ള ദോഷങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. രാജയോഗമുള്ളവർക്ക് പോലും ദോഷങ്ങൾ വരുന്നത് എന്തുകൊണ്ട്? പൂർവ്വജന്മത്തിലൊരു ദോഷം, ഒരു രഥചക്രം ഇങ്ങനെ കറങ്ങി വരുന്നത് പോലെ യഥാസമയത്ത് അതിങ്ങനെ ചക്രം കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ദോഷം നമ്മളിലേക്ക് വന്ന്, രാജയോഗമുള്ളവർക്ക് മൃത്യു സംഭവിക്കുന്നില്ലേ?
രാജയോഗമുള്ളവർക്ക് അപകടം സംഭവിക്കുന്നില്ലേ? അപ്പം അത്തരം കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിശാഖം രാശിക്ക് തുലാം രാശിയും വൃശ്ചിക രാശിയും ഉണ്ടെന്ന് പറഞ്ഞ പോലെ പലർക്കും രാശികളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് പൂർവ്വജന്മം എടുത്തിട്ട് ആ രാശിയുമായിട്ട് ബന്ധപ്പെട്ടവരുടെ പൂർവ്വജന്മത്തിലെ ദോഷങ്ങൾക്ക് പരിഹാരമാണ് ഞാൻ പറയുന്നത്. ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാത്തവർക്ക് അത് വിട്ടുകളയാം അല്ലേ? ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, സ്വാമി എനിക്ക് രാജയോഗമാണ്, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ അതാണ് ഇതാണ്. അപ്പോൾ ഞാൻ അയ്യോ നിങ്ങളിത് പറയരുത്, എനിക്ക് ജ്യോതിഷമൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ ഒരു നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അതിലെ ദോഷവശങ്ങൾ നിങ്ങളുടെ പൂർവ്വജന്മം ഈ സമയത്ത് നിങ്ങളുടെ പൂർവ്വജന്മത്തിലെ ദോഷങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്ന് പറയും. അപ്പോൾ മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വാക്കുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പിന്നെ ശത്രുത ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. തലയ്ക്ക് മുകളിലോട്ട് രോഗാവസ്ഥകൾ വരാനുള്ള, തലയ്ക്ക് പ്രഷറുള്ളവരും പ്രമേഹമുള്ളവരും വളരെ ശ്രദ്ധിക്കേണ്ട മൂലനക്ഷത്രക്കാർ. പ്രമേഹമുള്ളവരും പ്രഷറുള്ളവരും ചിന്തിക്കണം. നഖങ്ങളിൽ നിന്ന് ക്ഷതമേക്കാതെ, നഖങ്ങൾ ഒട്ട് വെട്ടിയിട്ടില്ലെങ്കിൽ നഖം ഒന്ന് വെട്ടിക്കളയണം. നഖങ്ങൾ കൊണ്ടുപോലും ദോഷമുണ്ടാകുന്ന 7 ദിവസമാണ് ഈ കർക്കിടക മാസം. ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ലതായിരിക്കും. അങ്ങനെയുള്ള സൂക്ഷ്മതയോടുള്ള കാര്യങ്ങൾ, ഇരുമ്പ് സാധനങ്ങൾ എടുക്കുമ്പോൾ, ഇരുമ്പ് കത്തി, കറിക്കത്തി, സ്ത്രീകൾ മൂലനക്ഷത്രത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ അഗ്നിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സൂക്ഷിക്കണം, കറിക്കത്തിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സൂക്ഷിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാതല്ലൂർ സ്വാമി DNA ചാനൽ എന്ന് പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ചേക്കാം എന്ന് പറഞ്ഞാൽ അപകടങ്ങളിൽ നിന്ന് അത് വിശ്വസിക്കുന്നവർക്ക് മാറ്റമുണ്ടാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കർക്കിടക മാസ ബലി എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.